ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കീഴക്കത്തിന് കീഴിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയുണ്ട് ലൂക്ക്? ഇതന്നെയല്ലേ ഇപ്പൊ നേരത്തെ ചോദിച്ചത്? എപ്പോ? നേരത്തെ കിഴിയില്. നേരത്തെ വീഡിയോയില്. അത് ഞാൻ ചോദിക്കും. എനിക്കുള്ളത് ഞാൻ ചോദിച്ചു നോക്കും. 4-5 ചീത്തവിളി കേട്ടിട്ടില്ല, സമാധാനം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് രസം ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഭീകരമായിട്ടുണ്ട്. ഏതായാലും നല്ല രസമുണ്ട്. അപ്പൊ നല്ല കമന്റ്സ് വന്നിട്ട് ഇന്ന് നിറയും. നല്ല ചീത്തവിളി കേൾക്കണം. അപ്പോഴത് അതാ ഇവനെ ചീത്ത വിളിച്ചിട്ടും കാര്യമില്ല. അതാണ് നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നം. ഇവനത് എൻജോയ് ചെയ്യണേ. അതാണ് ഏറ്റവും വലിയ വിഷയം. തൊലിക്കട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ആകെ 2-3 സംഭവങ്ങൾക്ക് വളർച്ച കൂടുതലുള്ളൂ. തൊലിക്ക് കുറച്ച് കട്ടി, പിന്നെ മുടി. ഫസ്റ്റ് വൺ പ്ലൂട്ടോ സിനിമയുടെ ഫസ്റ്റ് ക്ലിംസ് വരുന്നുണ്ട് ഇന്ന് 5 മണിക്ക്. ഓക്കെ, ആദിത്യൻ ചന്ദ്രശേഖർ തന്നെയല്ലേ? ആളാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അൽത്താഫ് ഇതിൽ ഒരു ഏലിയനായിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ആരോ എന്തോ കൊടുത്ത് അടുത്തത് പള്ളിച്ചട്ടമ്പി. പിന്നെന്താ പറയാനുള്ളത്? വേറൊന്നുമില്ല. നീരജ് മാധവ്, അജു വർഗീസ്, അർഷ ബൈജു, അൽത്താഫ്. യെസ്. അടുത്തത് പള്ളിച്ചട്ടമ്പി. സിനിമയുടെ സെക്കൻഡ് സോങ് ആണോ പ്രൊമോ സോങ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഇന്ന് വരുന്നുണ്ട്. കാരണം ഇത് വേറൊരാളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ജെക്സ് ബിജോയ് ആണ് ഇതിന്റെ മ്യൂസിക്. ഡബ്സി പ്രിയ പി വാര്യറും കൂടിയാണ് ഈ പാടുന്നത്. പിന്നെ വിവേക് അനിരുദ്ധ് ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ദ വാർ ക്രൈ എന്ന് പറയുന്ന പ്രൊമോ സോങ്. പോന്നോട്ടെ. ഓക്കെ, അടുത്തത് ദ പാരഡൈസ്. പാരഡൈസ് സിനിമയുടെ സിനിമയുടെ ക്യാരക്ടറിന്റെ പേരല്ലേ? അതായിരിക്കും ഞാൻ ചോദിച്ചു വാങ്ങിയാണ്. ഞാൻ അർഹിക്കുന്നു. ഞാൻ നിരസിക്കുന്നില്ല. ഞാൻ മര്യാദക്ക് ചീകി ഒതുക്കിയിട്ട് വരാൻ പറഞ്ഞപ്പോ അവനെ കാണിച്ചു വെക്കുന്നതാ. ഓരോരോ കോലം കെട്ടല് ഇതൊക്കെ തന്നെയാണ്. തീർന്നിട്ടില്ല രാമ, ഇനിയുണ്ട്. കയാദ് ലോഹറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ആളുടെ ലുക്ക് ഇപ്പോഴാണ് പുറത്തു വിടുന്നത്. ഇതേ കണ്ട് നിങ്ങൾക്ക് ഞെട്ടാം. അതെ, ഇത് ഞാൻ ഓൾറെഡി കണ്ടാണ്. പള്ളിച്ചാട്ടമ്പിയിലും ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേന്റെ ഒരു പോസ്റ്റർ. പറയാൻ മറന്നുപോയി. കയാദ് ലോഹറിന്റെ ആട് 3 സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഉടനടി OTT വരാൻ സാധ്യതയുണ്ട്. അടുത്തത് ജിയോയാ? അറിഞ്ഞൂടാ, മിക്കവാറും അതന്നെ ആയിരിക്കും. ഓക്കെ, അടുത്തത് കാട്ടാളൻ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര സാമ്യതയാണല്ലോ. സിനിമ എന്തായാലും മെയിൽ റിലീസിനെത്തും. മെയിൽ എന്നുള്ളതാണ് സാധ്യത. ഓക്കെ, പോൾ ജോർജ് സംവിധാനം ചെയ്ത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന സിനിമയാണ്. അടുത്തത് എന്റെ ഫേവറേറ്റ് ഉസ്താദ് ഭഗത് സിംഗ്. ഓക്കെ, സിനിമ ഏപ്രിൽ 16 നെറ്റ്ഫ്ലിക്സിൽ. പൂവൻ കല്യാൺ നായകനായ സിനിമയാണ്. ഈ സിനിമയുടെ അപ്ഡേറ്റ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഞാനാ. ആണല്ലേ? ഉസ്താദ് ഭഗത് സിംഗ് നിന്റെ വിദ്യയായിട്ട് നീ കണക്കൂട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്തത് റാക്ക സിനിമ. അല്ലു അർജുൻ നായകനാവുന്ന അറ്റ്ലി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയിൽ 4 വേഷത്തിലായിരിക്കും അല്ലു അർജുൻ. ഗ്രാൻഡ് ഫാദർ, പിന്നെ ഫാദർ, പിന്നെ 2 മക്കൾ. ഇതിൽ ഗ്രാൻഡ് ഫാദർ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉള്ള ഒരാൾ, പിന്നെ ഫാദർ അതായത് മകൻ്റെ മക്കള് 2 എണ്ണം. അപ്പോൾ ഈ മകൻ സയൻറ്റിസ്റ്റാണ്. അതിനുശേഷമുള്ള 2 മക്കൾ, ഒരാൾ ഈ മറ്റേ ഈ സാധനം ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് വന്നില്ലേ അത്, ഒരാൾ പോലീസ് ഓഫീസറും. ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു മകനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മകൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 5 വയസ്സുള്ള കൊച്ചിനുണ്ടാവും അല്ലു അർജുൻ്റെ മുഖമൊക്കെ വെച്ചത് ചിരിച്ചോടെ. അത് അല്ലു അർജുൻ ചെയ്യുന്നില്ലേ? സീരിയസ് ആയിട്ട് അറ്റ്ലിക്ക് അതേ പറ്റുള്ളൂ. മോശം പറയുന്നതല്ല കേട്ടോ, അങ്ങനെയാണ്. അടുത്തത് കറുപ്പ് സിനിമയുടെ 3ാമത്തെ സിംഗിൾ, അതായത് ഏപ്രിൽ 14 പുറത്തു വരും കേട്ടോ. ഇതിന്റെ അനൗൺസ്മെന്റ് നാളെ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. കാത്തിരിക്കാം. ഓക്കെ, അടുത്തത് കറുപ്പ്. എന്തായാലും RJ ബാലാജി ഒരുക്കുന്ന സിനിമയാണ്. സൂര്യാണ് നായകൻ. മോഹിനിയാട്ടം സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് 60 ലക്ഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു സിനിമ ഇത്രയും കളക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. കേരളത്തിൽ നിന്ന് മാത്രം 49 ലക്ഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്
ഇനി മറ്റേ എന്താണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മൊത്തത്തിൽ, അതായത് ഇന്ത്യയിൽ എല്ലായിടത്തും റിലീസിനെത്തിയില്ലല്ലോ. അപ്പോൾ കേരളം ഒഴികെ ബാക്കിയുള്ള ഇടങ്ങളിൽ റിലീസിനെത്തുന്നുണ്ട് ഏപ്രിൽ 16. യെസ്. ഓക്കെ, അടുത്തത് ജയിലർ 2. സിനിമയിൽ പൂവനുമില്ല പെടയുമില്ല, രണ്ടുപേരില്ല, പൂവൻ കല്യാണം ഇല്ല. ആണോ? ഓക്കെ, ശരി, സെറ്റ്. കോമഡി നിർത്താല്ലേ? ഇത് കോമഡി അല്ലല്ലോ. ഇനി ഞാൻ സത്യമല്ലേ പറഞ്ഞത്. നിനക്ക് പെടന്റെ ആവശ്യമാണ്. അതാ ഇല്ലെന്ന് ഞങ്ങളെ ബാലയ്യനെ പെട എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. എന്നാ നേരെ തിരിക്കാം. പൂവനാണ്. നേരെ തിരിക്കാം. ഇപ്പുറത്ത് പെട ആയിക്കോട്ടെ, അപ്പുറത്ത് പൂവനായിക്കോട്ടെ. എന്താണെങ്കിലും ബാലയ്യയും പൂവൻ കല്യാണം, പവൻ കല്യാണം. ഇപ്പൊ ശരിക്കും ഒറിജിനലുള്ള പേര് മറന്നു കേട്ടോ, രണ്ടുപേരും ഇല്ലാട്ടോ. അടുത്ത കിഴി. ഓക്കെ, ഇനി അങ്ങോട്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു ചാളി വരൂല കേട്ടോ. നീ ഇന്ന് കൊറേ അടിച്ചിട്ടുണ്ട്. ഞാനോ? അടുത്ത ഡ്രാഗൻ. ഇതിന്റെ കണക്കെടുക്കാൻ ഇന്ന് പിള്ളേരോട് പറഞ്ഞല്ലോ, കണക്കെടുത്തങ്ങ് തരും കേട്ടോ. ഏറ്റവും കൂടുതൽ ചളി എവിടുന്ന് വന്നേക്കുന്നതെന്ന്. അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. ആർക്ക്? നമുക്ക്. എന്റെ കാര്യം അറിയോ, നമ്മൾ ചളി അല്ല എന്ന് പറഞ്ഞു കൊടുത്തുള്ള സാധനമല്ലേ, അതൊക്കെ ഒരു ചളിയിലുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അതൊക്കെ ചളിയായിരുന്നു. അല്ലെങ്കിൽ അത് നമ്മുടെ പതനത്തിന് കാരണമാവും. വേണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല നമ്മൾ പതനത്തിലല്ല, നമ്മൾ ഉയർച്ചയിലാന്ന് നീ എപ്പോഴാണ്? അല്ല, അഹങ്കാരല്ല. ഡ്രാഗൻ സിനിമ പ്രശാന്ത് നീൽ ഒരുക്കുന്ന NTR മൂവിയാണ്. സിനിമയിൽ ടൊവിനോ ഉണ്ടായിരുന്നു, ആളാണ് വില്ലനായി വരേണ്ടിയിരുന്നത്. ആള് പിന്മാറി എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് പകരം ഷാഹിദ് കപൂറിനെ പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്ലാനിങ്, മാരക പ്ലാൻ. അതെ. ഓക്കെ, അടുത്തത് ജനനായകൻ. സിനിമയില് മുസ്ലിം സമുദായത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി പോയിട്ടുണ്ട് കേട്ടോ. ഒരുത്തം പോയി കേസ് കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് പാർട്ടിയാണ്. ഈ കേസ് കൊടുത്ത ടീം ഇതെങ്ങനെ അറിഞ്ഞു? സിനിമ റിലീസ് ആവാതെ നിങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് ഈ മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടുപിടിച്ച എങ്ങനെയാ? നിങ്ങൾ എങ്ങനെ കണ്ടു? ലീക്കായ ഫുള്ള് സിനിമ. എന്താണെന്നറിയോ, അതിലൊരു മുസ്ലിം ക്യാരക്ടർ പോയിട്ട് ഒരു സ്ഥലത്ത് ബോംബ് വെച്ചു എന്നുള്ളതാണ് അത്. ആ സീൻ അതിലുണ്ട് എന്നുള്ളത് എങ്ങനെ? ലീക്കായ സിനിമ പോയി കണ്ടിട്ട് അതിനാദ്യം അയാളെ പിടിച്ച് അകത്തിടും. അപ്പൊ നിങ്ങൾക്കാണ് ആദ്യം കേസ് വരേണ്ടത്. ഏതായാലും ആന്ന് മൂപ്പര് വിചാരിച്ചിട്ടാ ചിലപ്പോ OTT വന്നാന്ന്. OTT വന്നു. അതുകൊണ്ട് ഇനി കൊണ്ട് കേസ് കൊടുക്കാൻ പോയ മനുഷ്യന്റെ ഒക്കെ കാര്യം ആലോചിച്ചു. ഇന്നൊരു പ്രശ്നമുണ്ട്, അതായത് OTT വന്നാലും അപ്പൊ അത് OTT സ്ട്രീം ചെയ്തല്ല കണ്ടിട്ടുള്ളത്. അതെ, ടെലിഗ്രാമിൽ കാണുന്ന ആളായിരിക്കാം. തീർച്ചയായിട്ടും അതും തെറ്റാണ്. രണ്ടും കുറ്റ. എന്തൊരു കഷ്ടം. അടുത്തത് L366 തരുൺ മൂർത്തി ഒരുക്കുന്ന ലാലേട്ടൻ മൂവി. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഇപ്പൊ ഷെഡ്യൂൾ ബ്രേക്കാണ്. ഇനി എന്തെങ്കിലും ഇതിന് നോക്കുന്നതായിരിക്കും, ലൊക്കേഷൻ ഹണ്ടിങ് വല്ലതും ആയിരിക്കണം. അടുത്തത് ലാലേട്ടൻ ബ്ലസ്സി മൂവി. ഈ സിനിമ ഡ്രോപ്പായി എന്നാണ് കേട്ടോ കേൾക്കുന്നത്. എന്താണോ അതിന്റെ അവസ്ഥ ഒന്നും അറിഞ്ഞൂടാ. അവരുടെ ഒരുമിച്ചുള്ള സിനിമ എന്നുള്ളതല്ല, ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോറി അതായിരിക്കാം. മേ ബി, അറിഞ്ഞൂടാ, നോക്കാം. സാധ്യത കൂടുതലാണല്ലേ. കേട്ടിട്ട്. അടുത്തത് പണി 2. അതായത് ജോജു ജോർജ് അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ. അതിന്റെ പേര് പരിപാടി എന്നായിരിക്കും. പരിപാടി, നമ്മളെ ഭാഷയിൽ പരിപാടി. കൊള്ളാം, നൈസ്. പണി, പരിപാടി. അടുത്ത എന്തായിരിക്കും? എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇനി ഇവിടുന്ന് വിട്ടോ? അല്ലെങ്കിൽ ഡബിൾ മീനിങ് മൈൻഡ് ഉണ്ട് ഇവിടെ. നീ എന്നെ നശിപ്പിക്കല്ലേ? ഇപ്പൊ ഞാനായി നശിപ്പിക്കുന്നത്. ഇവന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അടുത്ത ദൃശ്യം 3. അത് തെറ്റൊരാട്ടില്ല. ദൃശ്യം 3 സിനിമയുടെ ടീസർ ഏപ്രിൽ 15 തീയതി ഉണ്ടാവും എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ പൊളിച്ച് അന്നത്തെ ആഘോഷം വിഷു കത്തും. വിഷു കത്തിക്കും. ഓക്കെ, അടുത്തത് ഐ ആം ഗെയിം. നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ദുൽഖർ സൽമാൻ മൂവി. നായികയായിട്ട് വരുന്നത് കയാദു ലോഹറാണ്. ആളുടെ ബർത്ത്ഡേ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ലുക്ക് എന്നെ ഞെട്ടിച്ചു. ആള് സാരി കൊടുത്തിട്ടാണല്ലോ. ഞാൻ ഇങ്ങനത്തെ ലുക്കിലല്ല ആയിരുന്നു പ്രതീക്ഷിച്ചത്. മോഡേൺ ലുക്കിലായിരുന്നു പ്രതീക്ഷിച്ചത്. മോഡേൺ ലുക്ക് ഉണ്ടാവേ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ സാരി കൊടുത്താണെങ്കിലും അതിന് മുന്നേ മോഡേൺ ലുക്ക് ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ ഒരൊറ്റ ലുക്കിൽ മാത്രം പിടിച്ചു വെക്കരുത്. നിന്റെ ചിന്താഗതിയിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് മോഡേൺ ലുക്ക് മാറ്റിയിട്ട് ഇത് അപ്പോഴേക്കും അവൻ പോണ പോക്കണ്ട്. ഇതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ ഫുൾ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാര് മേ ബി കല്യാണം കഴിയുമ്പോ ഒന്ന് ചേഞ്ച്
എടാ സാരി ഉടുക്കുന്ന ചേഞ്ച് ആണോ, അല്ലാണ്ട് ഒതുക്കുന്നതല്ലടാ പൊട്ടാ. അതെന്താ അവർക്ക് മുന്നായിക്കൂടെ? അവര് മുന്നേ ഉടുക്കുന്നുണ്ടാവുന്നു. സാരി ഉടുക്കും, അതായത് കുറച്ച് കൂടുതലായിട്ട് സാരി യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് കല്യാണത്തിന് ശേഷമായിരിക്കും. അല്ലാണ്ട് അതിനകത്ത് ഒതുക്കലും ഇടിക്കലും പൊടിക്കലും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ചിന്താഗതി. അത് നീ ചിന്തിക്കുന്നതിന് പ്രശ്നമാണ്, നിന്റെ ചിന്തേനെ പ്രശ്നമാണ്, അല്ലാണ്ട് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. എല്ലാരും സാരി ഉടുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കൂടെ നീ ഇത് ഉണ്ടാക്കരുത് കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞതാ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ചിരിയൊക്കെ മാറിയല്ലോ. എന്റെ മോനെ ഇതിന്റെ ടീസർ നെക്സ്റ്റ് വീക്കില് സിനിമ കോണില് വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ടോക്സിക്കിന്റെ എന്തോ പരിപാടി ആറുണ്ട്. ടോക്സിക് ഉണ്ട്, രാമായണം ഉണ്ട്, പിന്നെ മറ്റേ സ്പൈഡർമാൻ അതിന്റെ എന്തോ സംഭവങ്ങളുണ്ട്. ന്യൂ ബ്രാൻഡ് എന്തൊക്കെ പരിപാടികളുണ്ട്. ഓക്കെ, നോക്കാം. അടുത്ത എടുത്തോ. വളച്ചൊടിക്കണോ? വളച്ചൊടിക്കണോ? എന്നെ വിളിച്ചാൽ മതി. അച്ഛാ മോനെ, ഒരു നേരെ പോകേണ്ട വഴി ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇവൻ പറഞ്ഞു കൊടുക്കും ഇതിലെ ചുറ്റിക്കറങ്ങിയായിരിക്കും കൊണ്ട് വിടുക. വെരി കോംപ്ലിക്കേറ്റഡ്. ഇതൊന്ന് നേരെയാക്കാൻ നോക്കിയാൽ നമ്മളും കൂടി ആ വഴി പോവാ. എന്ത് ചെയ്യാനാണ്? അടുത്ത LIK ലവ് ഇൻഷുറൻസ് കമ്പനി ഫസ്റ്റ് ഡേ കളക്ഷൻ 10.95. 10,95,00,000 വേൾഡ് വൈഡ്, അതായത് 11 കോടിന്റെ അടുത്ത്. നല്ല കിട്ടലാ. അതിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പോസിറ്റീവ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ആൾക്ക് കുറച്ച് ഫാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കോമഡികളൊന്നും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറയുമ്പോ എന്നോട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തർക്കിക്കല്ലായിരുന്നു. എല്ലാം എടുത്തു വെച്ച് നോക്ക് 4 സിനിമകള്. അതൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ചങ്ങായി ഡ്യൂഡിന്റെ റിയാക്ഷൻ ചെയ്തെന്ന് ഓർമ്മ എടുത്തു നോക്ക് കണക്ക്. എവിടുന്നൊക്കെ ട്രോള് അല്ല റോസ്റ്റ് കിട്ടും, അതൊക്കെ റിയാക്ഷൻ ചെയ്തു. ഇതിന്റെ കിട്ടുമ്പോ ചെയ്യാനുള്ളതാണല്ലോ. പിന്നെന്താ, ലൈക്കിന്റെ എത്ര വീഡിയോ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തൊക്കെ കോമാളിത്ര കാണിക്കുന്ന പ്രദീപിനെ അങ്ങനെ അത് കാണിച്ചിട്ട് എന്തോ ആളോട് ആരോ മറ്റേ മോട്ടർ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സാധനം ഒരു രക്ഷയിലോട്ടോ നിങ്ങൾ ചെയ്യണമെന്ന്. അതിന്റെ മോട്ടറിലെ ആ ബലത്തിൽ പൊക്കോണ്ടിരിക്കുക. അടുത്തത് വാഴ 2 സിനിമയുടെ കേരള കളക്ഷൻ 9 ദിവസത്തെയാണ് 64.05 CR. എങ്ങോട്ടുള്ള പോക്ക? ഇൻഡസ്ട്രി. യെസ്, കാച്ചും നമ്മൾ. പിന്നെ അല്ല 15-ാം തീയതി വരുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വന്നാലാണ് ഈ പ്രശ്നം വരുന്നത്. ഏതെങ്കിലും പോസിറ്റീവ് വന്നാലൊന്നും കുഴപ്പമില്ല. വെക്കേഷൻ ആണ് കിടക്കുന്നത്. ഹെവി പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പം ഒന്ന് ഡൗൺ ആയേക്കാം. അല്ലെങ്കിൽ ഒരു ലേശം യേശൂല, സിമ്പിളായിട്ട് കയറിപ്പോ. സീരിയസ് ആയിട്ട് അതൊന്ന് അടിച്ചു കണ്ടെങ്കിൽ അടിക്കണം, എന്നാലാണ് അവിടെ അതിനൊരു പ്രത്യേക രസമുണ്ട്. അവിടെ കേറി പിള്ളേര് കയറി ഇരിക്കുമ്പോഴേ പിന്നെന്താ ഒരുപാട് എല്ലാവർക്കും അല്ല ഉള്ളിലേ ഞങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണെന്ന് കരുതുന്നവർക്കൊക്കെ അതൊരു നല്ല കൊട്ട, ഒരു പാടാണ്. യെസ്, ഇത്രേ ഉള്ളൂ. അതായത് ഒരു സാധനം, നല്ലൊരു സാധനം അത് നല്ല രീതിയിൽ കൊടുത്താൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. എന്നെ കൊണ്ടാണ് നടക്കുന്നത് ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും പോവാണ്. നിന്നോടും കൂടെ ഉള്ള എന്തോ ആണെന്നുള്ള ഭാവല്ലേ, അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കും. എനിക്കൊരൊറ്റ ഭാവമുള്ളൂ, അഹംഭാവം. ആ ഭാവത്തിന്റെ കാര്യം തന്നെ അഹംഭാവത്തിന് ഒരൊറ്റ കാരണമുള്ളൂ, ഞാൻ നിങ്ങളത്ര ബുദ്ധിമാനല്ല എന്നുള്ളതാണ് എന്റെ ചിന്ത എപ്പോഴും. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, അതിനകത്ത് വേറൊരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നീ ഞങ്ങളുടെ അത്ര ബുദ്ധിമാനല്ല എന്നുള്ള സാധനം അല്ല, അതൊരു അല്ല അത് വേറെ സത്യം. അതിപ്പോ പറയുമ്പോ അങ്ങനെ പറയുമ്പോ അത് സത്യമായിട്ട് ഞാൻ അംഗീകരിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പൊ അതായത് ലോക പൊട്ടനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരുത്തന്റെ വിളി കേട്ട് വന്നിരുന്നവൻ ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇവന്റെ ഈ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് ഞാൻ ക്ലിയർ ചെയ്യാൻ വന്നത്. അതായത് ഇവന് നേരെയായിട്ടുള്ള ബുദ്ധി ഇല്ലെന്നേ ഉള്ളൂ, ഇവന് കുബുദ്ധിയുണ്ട്. ആ സാധനമാണ് നേരത്തെ ഒരു ഇത് കണ്ടില്ലേ, സാരി ഉടുക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അവിടെ അവൻ കയറി വന്ന് സംസാരിച്ച രീതി കണ്ടില്ലേ, ആ പരാമർശത്തെ മനഃപൂർവ്വമായി മാറ്റി മറിക്കാനുള്ള അതിലൂടെ ഉറ്റ ചങ്ങാതിയെ ആണ്. അതായത് അതിനകത്തൊരു എന്താ അതിന് പറയാ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രശ്നം. നീ അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ എന്താ പറയാ പ്രശ്നം, ഞാൻ വലിയൊരു കുറ്റമാണ് മിക്കവാറും. അപ്പത്തേക്ക് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ആള് വരും കൊണ്ടുപോവാൻ.
അല്ല അതും കൂടി പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ വരും. അതായത് നീ നിന്റെ ചിന്താഗതി വെച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ നീ കല്യാണം കഴിച്ചാൽ ഒരു മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയെ നീ മോഡേൺ സാരി കൊടുക്കുന്ന മോഡേൺ അല്ലേ? എനിക്ക് തോന്നുന്നില്ല നിന്റെ ചിന്താഗതി. അല്ല ഞാൻ ചോദിക്കാം, എന്റെ ചിന്താഗതിയിലാ നിന്റെ ചിന്താഗതിയിലാ അതെ. സാരി കൊടുക്കുന്ന മോഡേൺ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോഡലിംഗ് നടക്കാറില്ലേ, മിസ്റ്റർ കേരളയൊക്കെ, അതിലൊക്കെ സാരി കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ നീ അത് ഈ രീതിയിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ നോക്കണല്ലോ. വേണ്ടേ? ശ്രമിക്കുന്നതല്ല, ഇത് കറക്റ്റ് തന്നെയാ. ഏതാണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.